ഈ കാണുന്നത് ആപ്പിൾ മരമാണ്. ഇത് ഏകദേശം പൂവായി വരുന്നുണ്ട്. കാന്തല്ലൂരിലെ പച്ചക്കറി സീസണിൻ്റെയൊക്കെ കാര്യം കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ഗാർഡനിലേക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മഴ സമയമാവുന്ന സമയത്ത് നമുക്കിവിടെ പെർമിഷൻ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചതിന് ശേഷം ഇവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ജെറുസലേമിലെ ക്രിസ്മസ് ട്രീ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമാണെന്ന് തോന്നുന്നു. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സീതാപ്പഴമാണ്. ഇതിന്റെ ഇംഗ്ലീഷ് നെയിം പറയുന്നത് ചെറിയ മോയ എന്നാണ്. ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഇതേപോലെ ഒരു സ്റ്റെപ്പ് ഉണ്ടാകും. ഈ സ്റ്റെപ്പ് ഒന്ന് ഇറങ്ങിപ്പോയാൽ മാത്രമേ ഈ ഒരു ഫ്രൂട്ട്സ് ഗാർഡനിലേക്ക് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റത്തുള്ളൂ. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓറഞ്ച് ട്രീ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് മൊസാംബിയാണ്. ദേവദാറാണ്. ദേവദാർ പൂത്തു. ഈ ദേവദാരുവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നതാണ് ദേവദാരു. ഓക്കെ, ഈ കാണുന്നതാണ് ദേവദാരു എന്ന് പറയുന്നത്. ഈ ദേവദാരു പൂത്തു എൻ മനസ്സിൽ എന്ന് പറഞ്ഞൊരു പാട്ട് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ദേവദാരു നട്ട് കഴിഞ്ഞാൽ പൂക്കുന്നത് എത്ര വർഷം കഴിഞ്ഞിട്ട്? 100 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് പൂക്കുന്നത്. അപ്പോൾ എന്തായാലും നട്ട ആളെ ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. കാര്യം വളരെ നല്ല മനോഹരമായുള്ളൊരു കാഴ്ചകളാണ്. തീർച്ചയായിട്ടും വരണം. കാര്യം ഇത് ഞങ്ങൾക്കൊരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. നമ്മൾ വിളിച്ച് കോണ്ടാക്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടെ വരാൻ വേണ്ടി സാധിച്ചത്. ിരിക്കുന്ന മരം എന്ന് പറയുന്നത് പ്ലം ആണ്. പ്ലംസ്. ഓക്കെ, ഈ കാണുന്നത് ആപ്പിൾ മരമാണ്. ഇത് ഏകദേശം പൂവായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇലയൊന്നും ഇല്ല ചേട്ടാ. ആപ്പിളിന്റെ ഇലയെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി കിളിർക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും അറിയില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് ഇവിടെ. ഇത് എത്ര വർഷത്തെ വരെയൊക്കെയാണ് ഇത് കായ്ക്കുന്നത്? അങ്ങനെ ഉണ്ടോ ആപ്പിളിന്? ജൂൺ ജൂലൈ ഓഗസ്റ്റിലാണ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്താണ് ഈ ആപ്പിളൊക്കെ കായ്ക്കുന്നത് അല്ലേ? സബർജല്ലി, പ്ലംസ്, പിന്നെ വേറെ എന്തൊക്കെയാണുള്ളത്? മുസംബി, ഓക്കെ, സീതാപ്പഴം, ബ്ലാക്ക്ബെറി, പാഷൻ ഫ്രൂട്ട് തുടങ്ങിയിട്ടുള്ള ഇതെല്ലാം കായ്ക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് പ്രത്യേക സമയങ്ങളിലാണ് ഇത് കായ്ക്കുന്നത് അല്ലേ? ഓക്കെ. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. ഇത് എവിടെ നിന്ന്, തോട്ടത്തിൽ നിന്ന് ആൾക്കാർ വന്നാണ് ഇത് സംരക്ഷിക്കുന്നത്? ഓക്കെ. അവരൊന്ന് അപ്പോൾ ഇവിടെ നിന്ന് കായ്ക്കുന്ന ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ കൊണ്ടുപോകും. ഓക്കെ, അവർ വന്ന് ഇവിടെ നിന്ന് ഡയറക്റ്റ് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കൊണ്ടുപോകുന്നത് അറിയാമോ? ഓക്കെ, ടൂറിസ്റ്റ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഇവിടുന്ന് വേറെ എക്സ്പോർട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അവർ വന്ന് എറണാകുളത്ത് നിന്നും കൊച്ചിയിൽ നിന്ന് ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് ഇവിടുത്തെ ഫ്രൂട്ട്സ് ഗാർഡൻ എന്ന് പറയുന്നത്. കാര്യം ഒരുപാട് മരങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. കാര്യം നമ്മൾ കാണുന്ന സമയത്ത് ഇത് സാധാരണ ഒരു മരമായിട്ടേ നമുക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ അത് കാച്ചു നിൽക്കുമ്പോൾ കാണുന്ന സമയത്താണ് അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ നല്ല മഴയാണ്. കാര്യം ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് മീൻസ് അധികം ആൾക്കാരൊന്നും ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. അതുമാത്രമല്ല ഇപ്പോൾ മഴയായതുകൊണ്ട് നമുക്ക് ഇത്തരം കാഴ്ചകളൊക്കെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്കൊരു ഭാഗ്യം കിട്ടിയതുകൊണ്ടാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. ഇത് ട്രീ പൊട്ടറ്റോ, ടൊമാറ്റോ. ഇത് ട്രീ ടൊമാറ്റോ ആണ് ഈ കാണുന്നത്. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും ശ്രദ്ധിച്ച് നോക്കും.
ഓക്കെ, ഇവിടെ ഈ പറഞ്ഞ ആപ്പിൾ മരങ്ങളൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മുളച്ച് വരുന്നേ ഉള്ളൂ. പൂവാവും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, പൂവാവും. കാര്യം ഞാനിത് എക്സ്പെക്ട് ചെയ്ത ആപ്പിൾ മരം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോഴാണ് ഇതൊരു ആപ്പിൾ മരമാണെന്ന് മനസ്സിലാവുന്നത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക്ബെറിയാണ്. കാര്യം ബ്ലാക്ക്ബെറി ഒരു മരം കുത്തിവെച്ച് അതിൽ നിന്ന് വളർന്നു വരുന്നതാണ് ബ്ലാക്ക്ബെറി എന്ന് പറയുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് ഈ ഒരു ബ്ലാക്ക്ബെറിയുടെ കൃഷി കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഈ കമ്പിൽ കുത്തിവെച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ സാധിക്കും. അതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് കമ്പ് കുത്തിവെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതാണ് കറക്റ്റ് ബ്ലാക്ക്ബെറി എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു മരമാണ്. കാണുന്ന നീലക്കുറിഞ്ഞിയാണ്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്നൊരു പ്ലാന്റാണ്. കായ്ക്കുന്ന സമയത്ത് ഏകദേശം ഇതേപോലെ തന്നെ ഇരിക്കും ബ്ലാക്ക്ബെറി എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് ബ്ലാക്ക്ബെറി. ഇതിങ്ങനെയാണോ? ഇതില് ഇല കാര്യങ്ങളൊന്നും ഇല്ല? ഓക്കെ 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 ഓക്കെ, ഈ രീതിയിലാണ് ഇരിക്കുന്നത് അല്ലേ? ഓക്കെ 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 ഓക്കെ. കാര്യം ഞങ്ങൾ തോട്ടത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഒരു 5 ഏക്കറാണ് മൊത്തത്തിലുള്ളത്. ഭയങ്കര സംഭവമാണ്. ഓക്കെ, ഇതെല്ലാം ഈ കാണുന്നതെല്ലാം ആപ്പിൾ മരങ്ങളാണ് കേട്ടോ. ഓക്കെ, വളരെ മനോഹരമായിട്ടുണ്ട്. നല്ല സ്ഥലം തന്നെയാണ്. ഓക്കെ, ഈ തോട്ടം കണ്ടു കഴിഞ്ഞാലും തീരത്തില്ല. കാര്യം അത്രമാത്രം തന്നെ ഈ തോട്ടം ഏരിയ ഉണ്ട് കേട്ടോ. ഞാനിത് കറങ്ങി കാണുന്ന സമയത്ത് എന്തായാലും മനസ്സിലാവുമെന്ന് തോന്നുന്നു കേട്ടോ. സബർജില്ലി എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു സബർജില്ലി മരം. ഈ കാണുന്നതാണ് സബർജില്ലി എന്ന് പറയുന്നത്. ഓക്കെ, ലിച്ചി ഏതാണ്? ലിച്ചി. ഓക്കെ, ഇത് ലിച്ചിയാണല്ലേ? ഓക്കെ ഓക്കെ, ലിച്ചിയാണ്. ഓക്കെ ഓക്കെ, ഇത് കല്ല് വാഴ എന്നാണ് പറയുന്നത് കേട്ടോ. കല്ല് വാഴ, അതായത് ഈ കല്ല് വാഴ ഒരുപാട് പൊക്കം വയ്ക്കും. ഓക്കെ, പൊക്കം വയ്ക്കും. ഓക്കെ ഓക്കെ, മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നത് ഈ കല്ല് വാഴ എന്നാണ് പറയുന്നത് കേട്ടോ. മരങ്ങൾക്കിടയിൽ കാണുന്ന ഓരോ മരങ്ങളും ആപ്പിൾ മരങ്ങളാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു സീസണിൽ നല്ലൊരു സീസണിൽ വന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഏത് മാസം എന്ന് പറയുന്നത്? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് വരുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള സീസൺ എന്ന് പറയുന്നത്. ഈ സീസണിൽ നമുക്ക് എല്ലാ മരങ്ങളും കാച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സീസണിൽ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ ഈ സീസൺ നോക്കി നമ്മൾ എന്തായാലും വരാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമുക്കിതേപോലെ എവിടെയും നമുക്ക് ഓപ്പണായിട്ട് നമുക്കിതേപോലെ തുറന്ന് നമുക്ക് കാണാൻ പറ്റും. കായ്ച്ചു നിൽക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് മധുരമുള്ള പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതാണല്ലേ? ഓക്കെ, ഈ വള്ളി പോലെ ഇരിക്കുന്നത്, ഈ വള്ളി പോലെ നിൽക്കുന്നതാണ് പാഷൻ ഫ്രൂട്ട് കേട്ടോ. ഓക്കെ 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 ഓക്കെ, അതിലെ കായ നിൽപ്പുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് കണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ, ഈ ചെടി എന്താണ്? വേലിപ്പത്തിരി. ഓക്കെ, ഇത് ഏതെന്ന് പറഞ്ഞു? ഇത് ഓക്കെ, ഓറഞ്ച്. എല്ലാം ഓറഞ്ചാണ് കേട്ടോ. ഓറഞ്ചാണ്. കാര്യം ഓറഞ്ചിലെ കായ നിൽപ്പുണ്ട് കേട്ടോ. വളരെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓറഞ്ചിൻ്റെ കായ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഓറഞ്ചിൽ കായുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചായിരുന്നോ? ഈ കാണുന്നതാണ് വൈറ്റ് സപ്പോട്ട എന്ന് പറയുന്നത്. സപ്പോട്ട, അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ടാണ് കേട്ടോ. അയ്യോ, കാണാൻ പറ്റും. അതെ, കറക്റ്റ് മനസ്സിലാവണേ ബട്ടർ ഫ്രൂട്ട് എന്നാണ്. ആ ഓക്കെ ഓക്കെ, അതിൽ കാ നിൽപ്പുണ്ട്. ഓ ഓക്കെ, സെപ്പറേറ്റ് വെച്ചിരിക്കുക. ഓക്കെ
അക്കോട്ട, ഇത് അക്കോട്ട അല്ലേ? ഓക്കെ ഓക്കെ. സപ്പോട്ട അല്ല, അക്കോട്ട. ചേട്ടാ ഈ കളർഫുൾ ആയിട്ട് ഇരിക്കുന്ന ഈ ചെടിയോ? ഓ ഇടയ്ക്കിടയ്ക്ക് നിൽക്കും. ഓക്കെ 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 ഓക്കെ. ഓ ഇല തന്നെ പൂവായിട്ട് കാണാൻ പറ്റും അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പം റെഡായിട്ട് നിൽക്കുന്ന കുറച്ച് കഴിഞ്ഞ് പോവാം. എനിക്ക് തന്നെ കൺഫ്യൂഷനായി. ഈ കാണുന്നതാണ് ബ്ലാക്ക് സപ്പോട്ട. ഈ കാണുന്നതാണ് ബ്ലാക്ക് സപ്പോട്ടയുടെ കാ. ഓക്കെ. ഈ കാണുന്നതാണ് നമ്മുടെ നെല്ലിമരം എന്ന് പറയുന്നത്. നെല്ലിമരം നമുക്ക് ഈ പറഞ്ഞ പോലെ നാഗർകോവിലൊക്കെ പോകുന്ന സമയത്ത് ഇതേപോലെ ഒത്തിരി മരങ്ങൾ കാണാൻ സാധിക്കും. നെല്ലിമരമാണ് ഇത് ശരിക്കും. പിന്നെ താഴോട്ട് ഒരുപാട് മരങ്ങളുണ്ട്. പക്ഷേ ഈ കാണുന്ന മരങ്ങൾ തന്നെയാണ് താഴോട്ട് കാണുന്നത്. ഏകദേശം 5 ഏക്കറോളം ഉണ്ട്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. എന്തായാലും വന്ന ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിൽ എന്തായാലും യൂസ് തന്നെയാണ് തീർച്ചയായിട്ടും. കാര്യം കാണാൻ സാധിക്കാത്ത ഒത്തിരി കാഴ്ചകൾ എനിക്ക് ഇവിടുന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ. ഈ കാണുന്ന ഓറഞ്ചാണ്. അപ്പം ഈ ഓറഞ്ച് എൻ്റെ അടുത്തേക്ക് കിട്ടിയിരിക്കുകയാണ് ഒരു മരം. ഓക്കെ ഇതുണ്ടോ? ഇതാണ് ഓറഞ്ച്. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുന്ന സമയത്ത് ഇത്രയും അടുത്ത് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് ഇത് ആക്ച്വലി ആപ്പിളാണ്. ആപ്പിളിൻ്റെ മൊട്ടായിട്ട് നിൽപ്പുണ്ട്. ഓക്കെ. ഇത് വളർന്നു വന്നതിന് ശേഷമാണ് ആപ്പിളായിട്ട് മാറുന്നത്. ഉണ്ടാവും. ഇതും വളരെ മനോഹരമായിട്ടുണ്ട്. കാര്യം ഈ പറഞ്ഞ പോലെ ആപ്പിൾ മരമൊന്നും ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഈ ഒരു ആപ്പിൾ മരം അല്ലായിരുന്നു. പക്ഷെ ഇപ്പം കാണുന്ന സമയത്ത് എന്തായാലും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും ഫ്രൂട്ട്സ് ഗാർഡൻ വളരെ മനോഹരമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വരുന്ന സമയത്ത് വളരെ ഇഷ്ടപ്പെടാൻ കണക്കിനുള്ള ഒത്തിരി ഫ്രൂട്ട്സ് നമുക്ക് ഈ പറഞ്ഞ പോലെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് വന്നാൽ മതി. ഇപ്പോൾ ഭയങ്കര മഴയാണ്. കാര്യം ഈ മഴ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒത്തിരി പാടാണ്. എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു സീസൺ നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. ബ്രസീലിയൻ മരമുന്തിരിയായിട്ടുള്ള ജബോട്ടിക്ക ബാ എന്ന് പറയുന്ന ഒരു മരമാണ്. അപ്പോൾ എന്തായാലും വളരെ അതിൽ തന്നെ ചെറിയൊരു കാ നിൽപ്പുണ്ട് കേട്ടോ. ഓക്കെ. വളരെ മനോഹരമായിട്ടുണ്ട്. കാര്യം ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും വീഡിയോ കണ്ടു നോക്കുക. ഈ കാണുന്നതാണ് തോപ്പൻസ് ഓർക്കിഡ് ഫാമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കയറി കണ്ടത്. ഈ കണ്ട സ്ഥലങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. വളരെ മനോഹരമായുള്ളൊരു എന്ത് പറയാൻ ഒരു സ്ഥലവും കൂടിയാണ്. ഇവിടെ വരുന്ന സമയത്ത് കാന്തല്ലൂർ തോപ്പൻ ഗാർഡൻ എന്ന് പറയുന്ന ഗാർഡനിൽ വേണം വരാനായിട്ട്. ഓക്കെ. അത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ. അപ്പോൾ ഈ ഒരു കാഴ്ചകൾ എന്തായാലും നിങ്ങൾക്ക് നേരിട്ടത് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ നേരിട്ട് ഇവിടെ വന്നാൽ മാത്രമേ അത് ബോധ്യപ്പെടാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും ഞാൻ വരുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷനായിട്ടുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ ഇനിയുള്ള വീഡിയോസ് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ കാണാത്ത ഒത്തിരി കാഴ്ചകൾ എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.